അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മബഅദ്. തഖ്വല്ലാഹ. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത്. അതിലെ വിത്ർ നമസ്കാരമാണ് നമ്മൾ അവസാനമായി ഇന്നലെ വിവരിച്ചത്. വിത്ർ നമസ്കാരത്തിന്റെ മഹത്വവും അതിന്റെ അനിവാര്യതയും നമ്മൾ ഇന്നലെ വിവരിക്കുകയുണ്ടായി. ഈ നിസ്കാരം ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് നമസ്കാര ശേഷമാണ് ഇതിന്റെ സമയം ആരംഭിക്കുന്നത്. സുബഹിന്റെ സമയമായാൽ വിത്രിന്റെ സമയം എന്ത് ചെയ്തു? അവസാനിച്ചു. അതേപോലെ തന്നെ മഗ്രിബും ഇശാവും നമ്മൾ യാത്രയിലോ മറ്റെന്തെങ്കിലും കാരണത്താൽ ജമ്മ് ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ, ഇപ്പൊ മഗ്രിബിന്റെ സമയത്തേക്ക് ഇശായിനെ മുന്തിച്ച് ജമ്മാക്കിയാൽ അപ്പോഴും ഇശ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് വിത്ർ നിസ്കരിക്കാം. ഇശാന്റെ നിസ്കാരത്തെ മഗ്രിബിന്റെ സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കുകയാണെങ്കിലും ഇശാക്ക് ശേഷം ജമ്മ് ചെയ്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഉടനെ വിത്ർ നിസ്കരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രിയിലുള്ള നിസ്കാരം രണ്ട് റക്അത്തുകളാണ്. ഫഇദാ ഖശിയ അഹദുകുമുസ് സുബ്ഹ സല്ല റക്അത്തൻ വാഹിദ, സുബഹിന് ഭയപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ റക്അത്തായിട്ട് നിസ്കരിച്ച് അവസാനിപ്പിക്കും. അപ്പൊ സുബഹ് വരെയാണ് എന്തുള്ളത്? വിത്റിന്റെ അവസാന ടൈം എന്ന് ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ നബി പറഞ്ഞു, ഇദാ തല അൽ ഫജ്റു, ഫജ്ർ ഉദിച്ചു കഴിഞ്ഞാൽ ഫഖദ് ദഹബ കുല്ലു സലാത്തിൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരങ്ങളൊക്കെ അവസാനിച്ചു. പിന്നെ അപ്പൊ ഫജ്റിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ സുബഹിന്റെ രാത്രി നിസ്കാരങ്ങൾ കഴിഞ്ഞു. വൽ വിത്രു, വിത്റും തന്നെ എന്ന് പറഞ്ഞു. ഫൗത്തിറു ഖബല തുലുൽ ഫജ്ർ, ഫജ്റിന് മുമ്പായിട്ട് നിങ്ങൾ വിത്ർ നിസ്കരിച്ചിരിക്കണം. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാകുന്ന ഫൽ വിത്രു തുസല്ല റക്അത്തൈൻ റക്അത്തൈൻ, ഈ രണ്ട് റക്അത്തുകളായിട്ടാണ് വിത്ർ എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. വൽ അഖീറ വിത്രൻ, അവസാനം എന്ത് ചെയ്യുക? ഒറ്റ റക്അത്ത് വിത്റാക്കിയിട്ട് നിസ്കരിക്കുക. അതേപോലെ തന്നെ വിത്റുകളിൽ ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞു ഇന്നലെ ഒറ്റ റക്അത്താണ്. അത് 3 റക്അത്തായിട്ടും നിസ്കരിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ അഅലയാണ് പാരായണം ചെയ്യേണ്ടത്, സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും മൂന്നാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് എന്ത് ചെയ്യേണ്ടത്? പാരായണം ചെയ്യേണ്ടത്. ഇനി ഉറങ്ങുന്നതിന് മുമ്പാണോ നിസ്കരിക്കേണ്ടത്, ഉറങ്ങി എഴുന്നേറ്റിട്ടാണോ നിസ്കരിക്കേണ്ടത്? പണ്ഡിതന്മാർക്ക് ഇടയിൽ ചർച്ചയുള്ള വിഷയമാണ്. ഇതിലെ ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖാഫ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മൻ ഖാഫ അല്ലാ യഖുമ മിൻ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ ഒരാൾ എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെട്ടു. രാത്രി കടന്നാൽ ചിലപ്പോൾ നീക്കുമ്പോൾ ബാങ്ക് കൊടുത്തിട്ടാണ് നീക്കാറുള്ളത് എന്നൊരുത്തം പേടിക്കുകയാണെങ്കിൽ ഫൽ യൂത്തിർ അവ്വലഹു, ആദ്യം വിത്ർ നിസ്കരിക്കുക. രാത്രി തന്നെ വിത്ർ നിസ്കരിച്ച് കിടക്കാൻ അവന് നല്ലത്. കാരണം ചിലപ്പോൾ സുബഹ്ക്ക് എന്ത് ചെയ്യും? നീക്കുമ്പോൾ വിത്ർ നഷ്ടപ്പെടും. ഒമൻ തമാഅൻ യഖൂമ ആഖിറഹു, രാത്രിയുടെ അവസാനം എഴുന്നേൽക്കും എന്ന ഒരുത്തൻ എന്ത് ചെയ്യുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഫൽ യൂത്തിർ ആഖിറൽ ലൈൽ, ഏറ്റവും നല്ലത് വിത്ർ രാത്രിയിൽ ഏറ്റവും അവസാനത്തെ നിസ്കാരം വിത്റാക്കലാണ്. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഉണരാൻ അവന് ഉറപ്പുണ്ട്, അലാറം വെച്ച് കടന്നാൽ എഴുന്നേൽക്കും എങ്കിൽ അവന് വിത്ർ രാത്രി നിസ്കരിക്കലാണ്. ഫൈന സ്വലാത്തു ആഖിറൽ ലൈലി മശ്കൂദ, എന്നിട്ട് അതിന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാത്രിയിലുള്ള നിസ്കാരം അത് അവസാന നേരത്ത് നിസ്കരിക്കുന്നതൊക്കെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. മശ്കൂദ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പിന്നെ ഷഹാദത്ത്, സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. വദാലിക അഫ്ളൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിത്ർ നിസ്കരിക്കാൻ ഏറ്റവും അവസാന ടൈമാണ്, ഫജ്റിന് മുമ്പുള്ള ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നാൽ ചില ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി പിന്നെ അൻ യൂത്തിറ ഖബ്ല അൻ യനാം എന്ന് പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അപ്പൊ ആ ഹദീസ് എന്താണ്? രാത്രി അവസാനം നിസ്കരിക്കാൻ പറയുന്നതിന് വൈരുദ്ധ്യമല്ലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം യഖറഉ അഹാദീസ റസൂൽ ഫി അവ്വലിൽ ലൈൽ, രാത്രിയുടെ ആദ്യത്തെ അദ്ദേഹം എന്ത് ചെയ്യും? ഹദീസുകൾ ധാരാളം വായിച്ചുകൊണ്ടിരിക്കും. വയനാമു ഫി ആഖിരി, അവസാനത്തിൽ ഉറങ്ങും ചെയ്യും. രാത്രി അവസാനം ഉറങ്ങും ചെയ്യുമായിരുന്നു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രി കടന്നാ പിന്നെ എന്ത് ചെയ്യും? നീക്കുമ്പോ അവസാനത്തിൽ നീക്കും. അദ്ദേഹത്തോട് പറഞ്ഞു വിത്ർ നിസ്കരിച്ചിട്ട് കിടക്കാൻ. പിന്നെ എന്ത് ചെയ്യൂല? അദ്ദേഹം എഴുന്നേൽക്കൂല വിത്റിന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാണ്? നേരത്തെ തന്നെ വിത്ർ നിസ്കരിക്കലാണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠം. ഇനി വിത്ർ നിസ്കാരത്തിന്റെ ചില രൂപങ്ങളുണ്ട്. ഒന്ന്, ഒറ്റ റക്അത്ത് നിസ്കരിക്കുക.
ഇത് ചില പണ്ഡിതന്മാര് കറാഹത്താണെന്ന് പറഞ്ഞു, പക്ഷെ കറാഹത്തൊന്നുമില്ല. ഒറ്റ റക്അത്തും എന്ത് ചെയ്യാം, നിസ്കരിക്കാവുന്നതാണ്. രണ്ടാമത്തെ 3 റക്അത്ത് നിസ്കരിക്കുക. ഈ 3 റക്അത്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കാം. 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ 1 നിസ്കരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 3 കൂടി ഒന്നിച്ച് നിസ്കരിക്കുക. 3 റക്അത്തും കൂടി ഒന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ തസ്ലീം, ഒരു സലാം വീട്ടൽ, ഒരു തഹിയ്യാത്തും തശഹുദ്. 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പാടില്ല, മഗ്രിബ് പോലെ ആകാൻ പാടില്ല. 3 കൂടി ഒന്നിച്ച് നിസ്കരിക്കാവുന്നതാണ്. മൂന്നാമത്തെ രീതി യൂത്തിറ ബി ഖംസിൻ, 5 റക്അത്ത് ഒറ്റ തസ്ലീമിൽ നിസ്കരിക്കുക, ഒറ്റ സലാം വീട്ടിക്കൊണ്ട്, ഒറ്റ തഹിയ്യാത്ത്. 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക, അവസാനത്തിൽ സലാം വീട്ടുക. അങ്ങനെയും ചെയ്യാവുന്നതാണ്. നാലാമത്തത് 7 റക്അത്ത് എന്ത് ചെയ്യുക, നിസ്കരിക്കുക, അതും ഒറ്റയായിട്ട്. 7 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ച് അവസാനം സലാം വീട്ടുക. അഞ്ചാമത്തത് 9 റക്അത്ത് നിസ്കരിക്കലാണ്. ഈ 9 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്ത് 8 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യും, സലാം വീട്ടും, പിന്നെ 1 നിസ്കരിക്കും. അങ്ങനെയും നിസ്കരിക്കാവുന്നത്. ഇതും ഹദീസ്, ഇങ്ങനെ ഹദീസുകളുടെ ഇത് വെച്ച് പണ്ഡിതന്മാര് പറഞ്ഞു. ആറാമത്തെ രീതി യൂത്തിറ ബി 11 റക്അത്ത് നിസ്കരിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞ് ഫൈസല്ലിം അലാ കുല്ലി റക്അത്തി മിൻ കുല്ലി റക്അത്തി, എല്ലാ ഈ 2 റക്അത്തിലും എന്ത് ചെയ്യുക, സലാം വീട്ടുന്നു, എന്നിട്ട് അവസാനം ഒറ്റ റക്അത്ത് മാത്രം നിസ്കരിക്കുന്നു. ഈ രീതികളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് വിത്റിന്റെ രീതികൾ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒഴിവാക്കാതിരുന്ന സുന്നത്താണ് ഈ വിത്ർ. ഫിൽ ഹദർ വസ്സഫർ എന്നാ പറഞ്ഞു, യാത്രയിലും നാട്ടിൽ താമസിക്കുകയാണെങ്കിലൊക്കെ ഈ നിസ്കാരം എടുക്കുമായിരുന്നു എന്ന് കാണാൻ കഴിയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുസ്ദലിഫയുടെ രാത്രി വരെ. മുസ്ദലിഫയുടെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ, അറഫയിൽ നമ്മുടെ സൂര്യാസ്തമയം വരെ നിന്ന് ദുൽഹജ്ജ് 9-ന്, എന്നിട്ട് സൂര്യാസ്തമയം വരെ നിന്ന് പിന്നെ മുസ്ദലിഫയിലേക്ക് പോകണം. വളരെ പ്രയാസമുള്ള ക്ഷീണമുള്ള ദിവസമാണ് മുസ്ദലിഫിന്റെ രാത്രി എന്നൊക്കെ പറഞ്ഞാൽ. പിറ്റേ ദിവസമാണെങ്കിൽ ഒരുപാട് ജോലികളുള്ളതാണ് ഹാജിമാർക്ക്. അപ്പൊ അത് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യും, പിന്നെ മഗ്രിബും ഇശാവും ജമ്മാക്കി നിസ്കരിച്ച് പിന്നെ വിത്റും നിസ്കരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുക. അല്ലെങ്കിൽ ഇത് നിസ്കരിച്ചിട്ട് പിന്നെ ഫജറിന് മുമ്പായിട്ട് എഴുന്നേറ്റ് വിത്ർ നിസ്കരിക്കുക. ഇത് മുസ്ദലിഫയിൽ വരെ ഒഴിവാക്കാറില്ല എന്ന് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമുള്ള നിസ്കാരമാണ് വിത്ർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ഞാൻ വിത്ർ ഒഴിവാക്കാറേ ഇല്ല, തീരെ ഒഴിവാക്കാറില്ല. അതുപോലെ ഹദീസുകൾ, ധാരാളം ഹദീസുകൾ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ വിവരിക്കും. അല്ലാഹു തൗഫീഖ് മാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.